ശ്രീ ജിൻഡോ ജോൺ, നോക്കൂ, കേരളം ഭിന്നിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന, കേരളത്തിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന കെ.പി. ശശികലയെ കാണാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് സമയമുണ്ട്. ഹിന്ദു ഐക്യവേദി നേതാവ് ആർ.വി. ബാബുവിനെ കാണാൻ സമയമുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയെ കാണാൻ സമയമുണ്ട്. ജിൻഡോയ്ക്കും ഓർമ്മയുണ്ട്, പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടാകും വെള്ളാപ്പള്ളി സതീഷിനെതിരെ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന്. എന്തുകൊണ്ടാണ് കെ.പി.സി.സിയുടെ ജനറൽ സെക്രട്ടറിയായ PM നിയാസിനെ കാണാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ലാത്തത്? KSU സംസ്ഥാന അധ്യക്ഷനെ കാണുമ്പോൾ ഒന്ന് മുഖത്തോട് മുഖം നോക്കാൻ കഴിയാത്ത പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, നിങ്ങൾ ആ വിഷയത്തെ കാണുന്നത് പോലെയല്ല എനിക്ക് പറയാൻ ആഗ്രഹം. അതങ്ങനെയല്ല ഞാൻ കാണുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം വളരെ തിരക്കിട്ട് തേവരക്കുളയിൽ ഒരു ഫംഗ്ഷന് വരുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു പോകുന്നു. അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ അവരെ വിഷ് ചെയ്യാനോ പറ്റിയ സാഹചര്യമല്ല. സ്വാഭാവികമായിട്ടും വലിയ പബ്ലിക് മീറ്റിങ്ങിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. നേതാക്കന്മാർക്ക് എല്ലാവരെയും വിഷ് ചെയ്യാനോ പ്ലീസ് ചെയ്തിട്ടോ പോകാനുള്ള സമയം കിട്ടില്ല. അങ്ങനെ യാദൃശ്യമായിട്ട് സംഭവിച്ചതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു ഇന്റൻഷനോട് കൂടി അദ്ദേഹം അവഗണിച്ചതാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ഉത്തരവില്ല. അങ്ങനെ ആയിരിക്കാൻ ഒരു തരത്തിലും സാധ്യതയില്ല എന്നുള്ളതാണ് ആ വിഷയത്തിലൊരു ടേക്ക്. പിന്നെ രണ്ടാമത്തത്, ശശികലയും ആർ.വി. ബാബുവും അടക്കമുള്ള ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരോ BJPയുടെ നേതാക്കന്മാരോ മറ്റാര് ചെന്നാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റും. കേരളത്തിലെ ഏതു പൗരനും, രാഷ്ട്രീയത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ആര് ചെന്നാലും അദ്ദേഹത്തെ കാണാൻ അവസരം കിട്ടും. ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അലോഷ്യസ് സേവ്യർ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം പ്ലീഡർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയ നിയമനങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ KSUവിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണ് അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടുന്നത്. സ്വാഭാവികമായിട്ടും വലിയ തിരക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വസതിയിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകളാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. കാരണം ആ തിരക്കിനിടയിൽ അലോഷ്യസുമായി നേരിട്ട് അത്രയും സമയം ചെലവഴിച്ച ഒരു മീറ്റിങ്ങിനോ ഒരു കൂടിക്കാഴ്ചയ്ക്കോ ചിലപ്പോൾ അവസരം ഉണ്ടായിട്ടുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അലോഷ്യയോ ബഹുമാനിയായ മുഖ്യമന്ത്രിയോ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നത് വരെ ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് മറ്റൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അതിനപ്പുറത്ത് നിങ്ങൾ ഒരു തരത്തിലും അലോഷ്യയെ കാണാതെ ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരെ കണ്ടു എന്നുള്ള നരേറ്റീവിനെ ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കേരളത്തിലെ എല്ലാ ആളുകളെയും കാണാൻ ബാധ്യതപ്പെട്ട ഒരാളാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെ മാത്രമല്ല. അല്ല, ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ജിൻഡോ പറഞ്ഞ ആ വാചകത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. നോക്കൂ, ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ എന്താണ് എഴുതിയത്? ഞങ്ങൾ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു, അത് പരിഗണിക്കാമെന്ന്, അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നാണ് ആർ.വി. ബാബു എഴുതിയത്, കെ.പി. ശശികല എഴുതിയത്. ആ എഴുത്തെഴുതാൻ പോകട്ടെ, ജിൻഡോ നേരത്തെ വളരെ നൈസായിട്ട് പറഞ്ഞു, കണ്ടു കാണില്ല, തിരക്കായിരിക്കുമെന്ന്. എത്ര അടുത്തായിരുന്നു അലോഷ്യസ് സേവ്യറും മുഖ്യമന്ത്രിയും എന്ന് കേരളം ഇന്ന് കണ്ടതാണ് ശ്രീ ജിൻഡോ ജോൺ. അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയാൻ പറ്റുമോ? അല്ല, എനിക്ക് അതിൽ ബോധ്യപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായവും നിരീക്ഷണവും പറയാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ആർ.വി. ബാബുവും ശശികലയും ഒക്കെ മുഖ്യമന്ത്രിയെ കണ്ടു, ഫോട്ടോ എടുത്തു, ഫേസ്ബുക്കിലിട്ടു. മറ്റാർക്കും കാണാം. CPM നേതാക്കന്മാർക്കോ BJP നേതാക്കന്മാർക്കോ പൊതുപ്രവർത്തകർക്കോ സാധാരണക്കാർക്കോ ആർക്കും മുഖ്യമന്ത്രിയെ കാണാം. ഫയൽ കൈമാറുന്നതിൻ്റെ, നിവേദനം കൈമാറുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടാം. അനുഭാവപൂർവ്വം സ്വീകരിച്ചു എന്നുള്ളത് അവരുടെ വേർഷനാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, എൻ്റെ പൂർണ്ണമായ ബോധ്യം, സംഘപരിവാർ നേതാക്കന്മാരെ ഭാവപൂർവ്വം അവരുടെ വിഷയങ്ങൾ പരിഗണിക്കാമെന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരുടെ വിഷയത്തിൽ വർഗീയ താല്പര്യങ്ങളുണ്ടെങ്കിൽ ഒരു തരത്തിലും അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പകരം അദ്ദേഹത്തെ കണ്ടതിനെ വേറെ രീതിയിൽ പറയാൻ പാടില്ല. ആർക്കും കാണാം. പക്ഷെ ഇന്ന് അലോഷ്യയെ കാണാതെ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ആ തിരക്കിന്റെ ഭാഗമായിട്ടായിരിക്കും. അതിനപ്പുറത്തൊരു ബുദ്ധിമുട്ട് അലോഷ്യയോ അല്ലെങ്കിൽ കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രിയോ പറയുന്നത് വരെ അക്കാര്യത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പ്രശ്നം മാത്രമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം, അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. ശ്രീ ജിൻഡോ ജോൺ, KSUക്കാരെ ക്യാമ്പസിൽ തല്ലുന്നതിന് പിന്തുണയ്ക്കുന്നവരെ ന്യായീകരിക്കാൻ എന്റെ നാവ് പൊന്തില്ല. വീട്ടുകാർ കോൺഗ്രസ് ആയതിന്റെ പേരിൽ കൊടുക്കേണ്ടതല്ല രാഷ്ട്രീയ നിയമനം കിട്ടിയവരിൽ പലരും അകന്ന ബന്ധുക്കളുടെ പോലും വിദൂര കോൺഗ്രസ് ബന്ധം ചെയ്യുന്ന തിരക്കിലാണ്. കിട്ടിയ പോസ്റ്റിൽ എങ്ങനെയും അള്ളിപ്പിടിച്ചിരിക്കണമല്ലോ എന്ന്. അപ്പോൾ അതോ മാത്രമല്ല, നീലപതാക പിടിക്കാൻ ഈ ഒരു കാര്യവുമില്ലാത്ത പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുകൂടി. ഇത് ആരെഴുതിയ പോസ്റ്റാണ്? അതിലെന്താ സംശയം? അതിന്റെ മുകളിൽ ആരാ എഴുതിയെന്നറിയാലോ. എന്തുകൊണ്ടാണ് ശ്രീ ജിൻഡോ ജോൺ അങ്ങനെ ഒരു പോസ്റ്റ് എഴുതേണ്ടി വന്നത്? എന്റെ പോസ്റ്റും
എൻ്റെ പോസ്റ്റ് കൃത്യമായിട്ട് എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനാണ്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പേജിലെ പോസ്റ്റും കമൻറ്റും അതിൻ്റെ ലൈക്കും ഒക്കെ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ അതിൽ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ പോസ്റ്റ് എഴുതാനുള്ള സാഹചര്യം കേരളത്തിലെ ഗവൺമെൻറ് ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിയമനങ്ങളിൽ CPM-ൻ്റെയും അല്ലെങ്കിൽ BJP-യുടെയും ഒക്കെ പ്രവർത്തകരായിരുന്ന ആളുകളുടെ പേര് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വിമർശനം വരുമ്പോൾ ആ വിഷയത്തിലുള്ള നടപടിക്രമങ്ങളിൽ ശരിയല്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്ന് തോന്നുമ്പോൾ അക്കാര്യത്തിൽ ഒരു വിയോജിപ്പ് പറയേണ്ടത് കൂടി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, KSU-യിലൂടെ വളർന്നു വന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വ്യക്തിപരമായ തീരുമാനം കൂടിയാണ്. ആ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതിലെന്താണ് കുഴപ്പമുള്ളത്? അപ്പോൾ ഒരു അനീതി നടന്നു ഗവൺമെന്റ് ലീഡറുമായി നിയമനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. അപ്പോൾ അതിൽ KSU-ന് ഒരു പരാതിയുള്ളത് പണ്ട് SFI പ്രവർത്തകയായിരുന്ന വ്യക്തി, അത് മാത്രമല്ല ഇപ്പോൾ TS ശരത്ത്, അത് സംഘപരിവാർ ബന്ധമുള്ള ആളാണ്, ABVP വഴി വളർന്നു വന്ന ആളാണ്. അതുമാത്രമല്ല BJP നേതാക്കളെ കേസുകൾക്കൊക്കെ വക്കീലായി വാദിച്ച ആളാണ് TS ശരത്ത് എന്നും കേൾക്കുന്നു. അപ്പം ഒന്ന് RSS, മറ്റൊന്ന് SFI, ഈ ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമായി ഉയരുന്നു. ലോയേഴ്സ് കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. അപ്പോൾ ഒരു അനീതി നടന്നു എന്ന് ഒരു കോൺഗ്രസ്സുകാരനായ താങ്കൾക്ക് തോന്നുന്നുണ്ട്, ബോധ്യപ്പെടുന്നുണ്ട്? പർട്ടിക്കുലർ കേസസിൽ ആ പ്ലീഡർമാരുടെ എല്ലാവരുടെയും കാര്യത്തിലല്ല, ചില പ്ലീഡർമാരുടെ നിയമനത്തിൽ അനീതി നടന്നു എന്നുള്ളത് ബോധ്യത്തിലാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എനിക്ക് അത് തെറ്റാണെന്ന് തോന്നാത്തടത്തോളം കാലം അത് തിരുത്തേണ്ടതോ പിൻവലിക്കേണ്ടതോ ആയിട്ടുള്ള സാഹചര്യമില്ല. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങൾ, കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും കോൺഗ്രസിലേക്ക് വരാം, UDF-ലേക്ക് വരാം. അങ്ങനെ വരുന്നവർ വരുന്ന സമയം തൊട്ട് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ് പറയേണ്ടത്. ഇങ്ങനെ വരുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് പോലും ലോക്ക് ചെയ്ത് വെച്ച് അവരുടെ മുൻകാല രാഷ്ട്രീയം എന്തായിരുന്നു എന്ന് പോലും മറ്റൊരാൾക്കും കണ്ടെത്താൻ പോലും പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒളിവിൽ വന്ന് സംഘടനാ പ്രവർത്തനം നടത്തി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് ബോധ്യപ്പെട്ടില്ല. ഇവിടെ അടിയന്തരാവസ്ഥയൊന്നുമില്ല. കോൺഗ്രസ് ഒരു നിരോധിക്കപ്പെട്ട സംഘടനയല്ല. ഒരാൾക്ക് കോൺഗ്രസിൽ എപ്പോൾ വേണമെങ്കിലും ചേരുന്ന അന്ന് മുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറയണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ നിർബന്ധം. അതിനപ്പുറത്ത് അല്ലാത്ത ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന ആളുകൾ, അവരെ ശുപാർശ ചെയ്ത ആളുകൾ, അവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയ ആളുകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇത് മുഖ്യമന്ത്രി മാത്രമാണ് ഉത്തരവാദി എന്നുള്ള രീതിയിലല്ല എൻ്റെ ടേക്ക്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിനാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരം നിരീക്ഷണങ്ങൾ, ഇത്തരം വിമർശനങ്ങൾ താങ്കൾ ഇന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കളുടെ പ്രതികരണത്തിൽ അത് വളരെ ക്ലിയർ ആണ്. താങ്കളുടെ നിലപാടിൽ ക്ലിയർ ആണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെല്ലാം KPCC-യുടെ മാധ്യമ വക്താക്കളാണ്. താങ്കളെ പോലുള്ള മറ്റൊരു മാധ്യമ വക്താവാണ് രാജു പി നായർ. താങ്കൾക്കെതിരെയും VR അനൂപിനെതിരെയും പരാതി കൊടുത്തു, ഈ മീഡിയ പാനലിൽ നിന്ന് മാറ്റണമെന്ന് പരാതി കൊടുത്തു എന്ന് കേൾക്കുന്നു. എനിക്ക് അതിന്റെ ആധികാരികമായ പരാതി ഒന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല, കൺഫേം അല്ല. പക്ഷെ എന്നാലും കേൾക്കുന്നു. അങ്ങനെയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ചർച്ചകളിൽ ജിൻഡോ ജോൺ ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ മടങ്ങി വരാം ശ്രീ ജിൻഡോ ജോണിലേക്ക്.